ചേർന്നിട്ടാണ്. പക്ഷെ പുരുഷന്മാർക്ക് അവിടെ കുറച്ചും കൂടി ഈ കമ്പനികളുടെ അവർ ഉപയോഗിക്കുന്ന വാക്ക് കങ്കാണി എന്നുള്ള ചില വാക്കുകളൊക്കെ നമ്മൾ ഉപയോഗിച്ച് കേട്ടിട്ടുണ്ട്. അതായത് അത് അവർ പലപ്പോഴും ഈ നടത്തിപ്പുകാരായിട്ടും തൊഴിലാളികളെ കൂടി ഇവർക്ക് അങ്ങനെ ചില റോളുകൾ നമുക്ക് ചെയ്യുന്നു. പിന്നെ പലരും തമിഴ്നാട്ടിൽ ജോലിക്ക് പോകുന്നു. ഇപ്പോഴത്തെ ഒരു ജനറത്തിനെ നോക്കിക്കഴിഞ്ഞാൽ പുരുഷന്മാർ മറ്റു പല ജോലികൾ കൂടി. അപ്പൊ ഈ തോടുന്നുള്ളത് കൊണ്ട് തന്നെ ഈ സ്ത്രീകളുടെ ഒരു ചുമതലയിലാണത് ഇങ്ങനെ വന്ന് നിൽക്കുന്നത്. പിന്നെ എന്തുകൊണ്ടാണ് പുരുഷൻ അവിടുത്തെ ഒരു ലേബർ ഹോസ്പിറ്റലിൽ സ്ത്രീകളുടെ എണ്ണം കൂടിയെന്ന് വെച്ചാൽ സ്ത്രീകൾക്ക് കുറച്ച് പൈസ കൊടുത്താൽ മതി. ഇപ്പൊ പുരുഷന് 232-300 രൂപ കൊടുത്തു കഴിഞ്ഞാൽ അവർ നിൽക്കില്ല. അവർ പുറത്ത് പോയിട്ട് വേറെ പണി എടുക്കാൻ പറ്റും. വേണമെങ്കിൽ തമിഴ്നാട്ടിൽ പോയി വേറെ ജോലി എടുക്കാൻ പറ്റും. യാത്രകളെ കുറിച്ചിട്ടല്ല, മറ്റു സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം വീട്, കുടുംബം, കുട്ടി, അപ്പൊ അവിടെ കിട്ടുന്ന പൈസ, അവിടെ കിട്ടുന്ന കാര്യം ഇങ്ങനെ. അപ്പൊ അങ്ങനെയാണ് അതിനകത്ത് ഈ ഇത് വരുന്നത്. മാത്രമല്ല ഈ പുരുഷൻ പലപ്പോഴും അവിടെ നമ്മൾ പുറത്തുനിന്ന് അങ്ങനെ ഈ മധ്യവർഗ സമൂഹത്തിനകത്ത് കാണുന്ന ഒരു പെർസ്പെക്റ്റീവിലെ അല്ല, അവിടുത്തെ ഭയങ്കര കമ്മ്യൂണിറ്റിയിൽ ഭയങ്കര ഡോമിനേറ്റുള്ള മനുഷ്യരാണ്. അത് തമ്മിൽ ഇത്രയും സഹകരണമുള്ളൂ. അവിടെ ഈ 58 വയസ്സ് കഴിഞ്ഞ വീട് ഒഴിഞ്ഞു കൊടുക്കണം എന്നുള്ളതാണ് അവർ പ്രധാനമായിട്ട് അവർ നേരിടുന്ന ഒരു പ്രതിസന്ധി. 58 വയസ്സിൽ വീട് ഒഴിഞ്ഞു കൊടുക്കണം. കാരണം 58 വയസ്സിൽ റിട്ടയർ ആയി കഴിഞ്ഞാൽ പിന്നെ അവർക്ക് അവകാശം. അപ്പൊ അതുകൊണ്ടാണ് അത് ഭയങ്കര രസമുള്ളൊരു ആംഗിളാണ്. ഞാൻ വെച്ചാൽ നമുക്ക് ഈ 2 മണിക്കൂറിന് മുകളിൽ പോകാൻ സമയം കിട്ടുന്നതുകൊണ്ടാണ് ആ സാധനം കുറച്ച് പക്ഷെ അറിയുന്നവർക്ക് വേണമെങ്കിൽ അന്വേഷിക്കാവുന്നതാണ്. എന്തുകൊണ്ടാണ് മനോജ് ആ കമ്പനിയിൽ ജീവനക്കാരനാവുന്നത്? മനോജ് അത്യാവശ്യം നന്നായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കുന്നുണ്ട്. നമുക്ക് അദ്ദേഹത്തിന്റെ തോട്ടിൽ തന്നെ മനസ്സിലാവും. വളരെ ഡെപ്തിൽ കാര്യങ്ങളല്ല. ഈവൻ മറ്റേ ഇക്കണോമിക്സിനെ പറ്റിയിട്ടൊക്കെ അത്ര ഡെപ്തിൽ പറയുന്നത്. മറ്റേ എന്താ പറയുന്നത്, പിരമിഡ്, എല്ലാ വിഷയങ്ങളെ പറ്റി എത്ര ഡെപ്തിൽ പറയുന്നത്. പക്ഷെ എന്തുകൊണ്ട് മനോജിന് വീണ്ടും മറ്റേ കണക്കില് ജോലിക്കാരനായി കയറേണ്ടി വരുന്നത്? കാരണം അച്ഛനും അമ്മയും പോയാൽ പിന്നെ വീടില്ല. അതായത് അച്ഛൻ്റെ അമ്മയുടെ 58 വയസ്സ് വരെയുള്ള അധ്വാനം കൊണ്ട് ഒരു വീടുണ്ടാക്കാനുള്ള പൈസ അവരുടെ കയ്യിലില്ല. അപ്പൊ മകൻ അവിടെ ജോലിക്ക് കയറ്റാൻ മാത്രമേ വീട് ഒഴിയാതിരിക്കാൻ പറ്റുള്ളൂ. ഇതാണ് അതിന്റെ കാര്യം. അപ്പൊ അതുകൊണ്ട് അത് ശരിക്കും എന്താ പറയുന്ന ഒരു അടിമകാലം തന്നെയാണ്. അച്ഛനമ്മ എന്ത് തൊഴിൽ ചെയ്തു ആ തൊഴിലിലേക്ക് മക്കളെ കൂടെ തഴച്ചിരുന്ന അതേ പണി തന്നെയാണ്. അപ്പൊ ഈ കമ്പനിയുടെ അടിമ ഇപ്പോഴും ആ അടിമ കൺസെപ്റ്റ് അവരുടെ നിന്ന് പോയിട്ടില്ല എന്നുള്ളതാണല്ലോ അവർ അതേ രീതി തന്നെ പിന്തുടരുന്നത്. അല്ലെങ്കിൽ കൃത്യമായിട്ട് 58 വയസ്സിൽ കേരളത്തിലെ ഇന്ത്യയിൽ ജോലി ചെയ്യുന്ന ഏത് സർക്കാർ ഉദ്യോഗസ്ഥരും വേറെ ഏത് വിഭാഗത്തിൽ ജോലി ചെയ്യുന്ന ആളാകട്ടെ ആരാണ് ഈ 1 ലക്ഷം രൂപ 1.5 ലക്ഷം രൂപ റിട്ടയർമെന്റിൽ അത്യാവശ്യം ഒരു വീട് വയ്ക്കാൻ ബെനിഫിറ്റ് ഇല്ലാതെ ആർക്കാണ് തൊഴിലിൽ നിന്ന് പോരേണ്ടി വരുന്നത്? അത് ഇവർക്ക് മാത്രമേ പോരേണ്ടി വരുന്നുള്ളൂ. കാരണം എന്താ വെച്ചാൽ ഇപ്പോഴും അവർ ഈ വീട് കൊടുക്കുന്നില്ല. അതായത് 58 വയസ്സ് വരെ 230 ഈ പൈസ കൊണ്ട് ഒരു മാസം കിട്ടുന്ന പൈസ കൊണ്ട് ഇവർക്ക് ഒരു മാസത്തെ അന്നത്തെ ചെലവ് കടന്നു പോകും. ആ പൈസ ഇവർക്ക് കിട്ടുന്നത് വേണമെങ്കിൽ ഒരു എളുപ്പം കൂടെ കടന്നാൽ ഒരു മക്കളെ ഒരു സ്കൂളിൽ എങ്ങനെ വിട്ട് പഠിപ്പിക്കാനുള്ള കാശ് കിട്ടുമേ, അതിനൊക്കെ കൂടുതൽ കിട്ടുന്നില്ല. അതായത് സമ്പാദ്യം എന്ന് പറയുന്നതില്ല. പിന്നെ അവിടെ ഇങ്ങനെ കടം മേടിച്ചു. പിന്നെ ഞാൻ കുറച്ചും കൂടി ഡെപ്തിൽ മനസ്സിലാക്കിയത് ഇക്കണോമിക്കലി വീക്കണായിട്ടുള്ളത് കൊണ്ട് തന്നെ ഈ പലിശക്കാരൊക്കെ അവിടെ നല്ലോണ്ട് അങ്ങനെ പുറത്തുനിന്നൊക്കെ പൈസ കൊടുക്കുന്നവരും ഒക്കെ ഉണ്ടാവും. ഡെഫിനറ്റ്ലി ഉണ്ടാവും. ചിലപ്പോൾ മദ്യപാനത്തിനും ഒക്കെ ഉപയോഗിക്കുന്ന ആളുകളും എല്ലാവരും ഉണ്ടാവും. പക്ഷെ ഡെഫിനറ്റ്ലി ഈ സ്ത്രീകളും ഇവരുടെ തൊഴിലധ്വാനത്തെ മറ്റു രീതിയിൽ ഇങ്ങനെ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അത് എത്ര കാലമാണെന്ന് ആലോചിക്കുന്നത്. ഒരു 18-16 വയസ്സിലൊക്കെയാണ് ഒരു പലരും ജോലി ചെയ്തു തുടങ്ങുന്നത്. അത് കഴിഞ്ഞിട്ട് ഞാൻ സന്തോഷിന്റെ അടുത്ത് സംസാരിച്ചപ്പോൾ സന്തോഷം പറയുന്ന കാര്യമായിട്ട് അവരുടെ കൈ നോക്കി കഴിഞ്ഞാൽ ഇപ്പൊ ഗോമതിക്ക് എനിക്ക് 1 വയസ്സാണ്. ഞാൻ ഗോമതിക്ക് തമ്മിൽ 1 വയസ്സ്. എന്റെ ചേച്ചിയാണ്, പക്ഷെ എന്റെ 1 വയസ്സിന് മുകളിലുള്ളൂ. ഞാൻ 79 എന്റെ ഇത്. ഞാൻ ഗോമതിക്ക് ടിക്കറ്റ് ഒക്കെ ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ അടുത്ത് എൻ്റെ ഐ ഡി കാർഡ് വരുമ്പോഴാണ് ഗോമതിക്ക് അടുത്ത് 78 വയസ്സ്. പക്ഷെ ഞാൻ ഗോമതിക്ക് നമ്മൾ ഈ സിനിമ ചെയ്യുന്ന സമയത്തൊക്കെ ഞാൻ അക്കേനെ പറ്റി വിചാരിച്ചിട്ടുണ്ട്. അക്കി ഞാൻ ഭയങ്കര ഏജ് ഡിഫറൻസ് ഉണ്ടെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ സത്യമല്ല, അക്കയ്ക്ക് ഏതാണ് എന്നെക്കാൾ 1 വയസ്സിന് വ്യത്യാസമുള്ളൂ. അത് 46 വയസ്സ് 47 വയസ്സാണ് പ്രായമുള്ളൂ. പക്ഷെ അക്കയെ കണ്ടു കഴിഞ്ഞാൽ അക്കയ്ക്ക് അതിനേക്കാൾ കൂടുതൽ പ്രാരാബ്ദം എടുത്തതുകൊണ്ട് കൂടുതൽ പെട്ടെന്ന് തന്നെ അക്കയ്ക്ക് എനിക്കറിയാൻ അക്കയ്ക്ക് ഒരുപാട് അസുഖങ്ങളുണ്ട്. അത് കാരണം എന്താ വെച്ചാൽ ഇങ്ങനെ കുനിഞ്ഞി മലയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇവിടെ സ്ലോപ്പ് കൂടുതലാണ്. ഇപ്പൊ നിങ്ങൾ മൂന്നാറ് പോലത്തെ നമുക്കിങ്ങനെ ഇരിക്കുന്ന ഫോട്ടോ എടുക്കാൻ ഭയങ്കര രസമാണ്. പക്ഷെ അവിടെ ജീവിക്കുന്ന മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം സ്ലോപ്പ് ഭയങ്കര കൂടുതലാണ്. അപ്പൊ നിങ്ങൾ നിൽക്കുമ്പോൾ ഇങ്ങനെ നിൽക്കുക. അതായത് ഇത് നട്ടലിന്റെ മുകളിലേക്കാണ് നമ്മുടെ ഈ ഗ്രാവിറ്റേഷണൽ ഇത് വരുന്നത്. പക്ഷെ നമ്മുടെ കാലി ഇങ്ങനെ വളഞ്ഞ്, അതായത് നമ്മൾ ഇങ്ങനെ നിൽക്കുന്ന പോലെ അവിടെ നിൽക്കുന്നത്. കാരണം നിങ്ങൾ സ്ലോപ്പിലാണ് നിൽക്കുന്നത്. സോ യു ഹാവ് ടു ഹോൾഡ് ഓൾ ദീസ് ബാഗേജ് ഓൾസോ. ഇത് ഭയങ്കര കാരണമാണ്. ഇവർ പുറകിലാണ് ഈ സാധനം ഇങ്ങനെ നിന്നിട്ട് കുനിഞ്ഞിങ്ങനെ അത് സ്ലോപ്പിൽ കുനിഞ്ഞ് നിന്നിട്ട് ഇവിടുന്ന് പ്ലക്ക് ചെയ്തിട്ട്. അപ്പൊ നമ്മൾ ഇങ്ങനെ നേരെ നിന്നിട്ട് പ്ലക്ക് ചെയ്ത് പിന്നെ വ്യത്യാസം പുറകെ ഓൾറെഡി സ്ലോപ്പാണ് അവിടെ. ഈ സ്ലോപ്പിൽ ബെൻഡ് ചെയ്തിട്ടാണ് നിങ്ങൾ നിൽക്കുന്നത്. എന്നിട്ട് ഈ പ്ലക്ക് ചെയ്യുക. അത് പ്ലക്ക് ചെയ്യുന്നതിന് കിലോക്കണക്കിന് തൂക്കം 21 കിലോ ഒരു ദിവസം എടുക്കണം എന്നാണ് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അവരുടെ ഇപ്പോഴുള്ള തോന്നുന്നു. അപ്പൊ ഇത് പ്ലക്ക് ചെയ്ത സാധനം എടുത്തിട്ട് പുറത്തേക്ക്. സോ ഈ ഇത് ഫോഴ്സ് പുറകിലേക്കും വരും. മാത്രമല്ല ഈ കൈ ഇങ്ങനെ നിരന്തരം ഇങ്ങനെ ആകുമ്പോൾ ഇവിടെ ഷോൾഡറിലൊക്കെ തേയ്മാനം വരും. നമുക്ക് എല്ലാവർക്കും ഈ സ്പോണ്ടിലൈറ്റിസും സംഭവമുള്ള പോലെ തന്നെ എല്ലാ മനുഷ്യർക്കും ഈ
സ്ഥലങ്ങളൊക്കെ ഉണ്ടല്ലോ. തൊഴിലാളിക്ക് പ്രത്യേക ആരോഗ്യം മനുഷ്യർക്ക് കൊടുത്തിട്ടില്ല, മുന്നിലില്ല. എല്ലാ മനുഷ്യരും പോലുള്ള ആരോഗ്യമുള്ള മനുഷ്യർ തന്നെയാണ് അവരുടെ. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ കുനിഞ്ഞു ഇങ്ങനെ സ്ഥിരമായിട്ട് പ്ലഗ് ചെയ്തിരുന്നുകൊണ്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഭയങ്കര കൂടുതലാണ്. പക്ഷേ ചുറ്റും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ സാധാരണ ഒരു മറ്റൊരു ജോലിയിലൊക്കെ ഉള്ള ആളെ സംബന്ധിച്ചൊന്നും മെഡിക്കൽ ലോൺസ് അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് പോയി കഴിഞ്ഞാൽ ലീവ് എടുക്കാവുന്നതാവാം. ഇതത് പറ്റില്ല. ഇതിപ്പോ ആരോഗ്യ പ്രശ്നങ്ങൾ തുടങ്ങുമ്പോൾ ഇപ്പൊ ചെറിയൊരു നട്ടൽ വേദനയൊക്കെ തുടങ്ങുമ്പോഴും അവർക്കത് കണ്ടിന്യൂ ചെയ്യണം. അവരത് നിർത്താൻ പറ്റില്ല. അതിങ്ങനെ തുടർച്ചയായിട്ട് ചെയ്തുകൊണ്ടിരിക്കേണ്ടി വരും. അപ്പോൾ അത് കൂടുതൽ ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് പോകും, കൂടുതൽ ആരോഗ്യ പ്രശ്നങ്ങൾ അങ്ങനെ. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ ഈ സ്ത്രീകളാണ് കൂടുതൽ അതിൽ ബെൻഡ് ചെയ്യപ്പെടുന്നത്. അങ്ങനെയുള്ള സ്ത്രീകളുടെ വർക്ക് ഫോഴ്സോടെ കൂടുതൽ. പുരുഷന്മാർ ജോലി ചെയ്യുന്നുണ്ട്, പക്ഷെ പുരുഷന്മാർക്ക് മറ്റു ഓപ്ഷൻ. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ അവിടെ ഒരു ചേച്ചിക്ക് അറിയുന്ന ഒരു ചേച്ചി ഉണ്ടല്ലോ, അവരുടെ ഭർത്താവ് പോകുമ്പോൾ മരിച്ചു, ബസ്സിൽ പോകുമ്പോൾ മരിച്ചു. അവർ കുറച്ച് സ്ഥലങ്ങളിലേക്ക് മാറിപ്പോ അവിടെ നിന്ന് കയറി കഴിഞ്ഞാൽ തേനിയൊക്കെ അങ്ങോട്ടൊക്കെ കമ്പനി അങ്ങോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ തമിഴ്നാട്ടിലൊക്കെ കുറച്ച് ജോലികളൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇപ്പൊ അടിമാലി നമ്മളതാണ് അടിമാലിയുടെ അങ്ങനെ ഒരു പിക്ചർ കാണിച്ചത്. അടിമാലിയിൽ ഇപ്പോൾ ഒരു അത്യാവശ്യം കുഴപ്പമില്ലാത്ത റിസോർട്ടുകളും മറ്റൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ ഈ പിള്ളേർ ആമ്പിള്ളേരായിട്ടുള്ളവരൊക്കെ വിടും, പക്ഷെ പെൺപിള്ളേരെ ആയിട്ടുള്ളവരെ വിടാൻ നമുക്ക് കോൺഫിഡൻസ് ഇല്ല. അപ്പൊ അവിടെ എല്ലാ സ്ഥലങ്ങളിലും ഈ ചൂഷണങ്ങളും മറ്റും ലൈംഗിക ചൂഷണങ്ങളും മറ്റു പ്രശ്നങ്ങളും എല്ലാവരും ഫേസ് ചെയ്യുന്നുണ്ടല്ലോ. അപ്പൊ അത് അവർക്കും ഈ ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പൊ മക്കളെ വിടാൻ അവർക്ക് തരില്ല. പിന്നെ എന്താണ് ഈ വീട് വഴിയാണ് ഈ ഓപ്ഷൻ? അവർക്ക് ഈ അത്രയും കാലത്തെ അധ്വാനം കൊണ്ട് അവർക്കൊരു സ്വന്തമായിട്ടൊരു കൂര വയ്ക്കാൻ അവർക്ക് പറ്റില്ല. അതായത് അവരുടെ വരുമാനം, ആ വരുമാനത്തിൽ നിന്നൊരു വീടുണ്ടാക്കാനുള്ള പ്രാപ്തി അവരെ കൊണ്ടില്ല. പിന്നെ രണ്ടാമത്തെ ഓപ്ഷൻ സർക്കാർ 5 സെന്റോ 3 സെന്റോ കൊടുത്തിട്ട് ഒരു വീട് വെക്കാനുള്ള സംവിധാനം ചെയ്തത് അതില്ല. ലാൻഡ് എന്ന് പറയുന്ന ബേസിക് പ്രിമൈസ് അവരുടെ കയ്യിലില്ല. കൃഷി ചെയ്ത് ജീവിക്കാൻ പറ്റില്ല. എന്താ ഈ മനുഷ്യരെ ചെയ്യാം? അപ്പോൾ ഒരു കാലം കഴിയുമ്പോൾ ഇവരെല്ലാവരും അനാഥരായി മാറും. ആ അനാഥത്വത്തെ അങ്ങനെ തന്നെ നിലനിർത്താതിരിക്കണമെങ്കിൽ, അതായത് അനാഥത്വത്തിലേക്ക് അവർ പോവാതിരിക്കണമെങ്കിൽ, അവരെ സംബന്ധിച്ചിടത്തോളെങ്കിലും അനാഥത്വത്തിലേക്ക് പോവാതിരിക്കണമെങ്കിൽ അവർക്ക് അടുത്ത തലമുറയെ നിർബന്ധമായിട്ട് അറിയിക്കുകയും. അതുകൊണ്ടാണ് മനോജ് അവിടുത്തെ ജീവനക്കാരനാണ് UPSC പഠിച്ചുകൊണ്ടിരുന്ന ആളാണ്. അവൻ ഈ കേസിൽ പെടുമ്പോഴാണ് അവന് പിന്നെ ഇപ്പം കോയമ്പത്തൂർ പോയിട്ട് മറ്റേ ചില പാക്കേജിങ് ജോലികളൊക്കെ അവൻ കമ്പനിയിൽ തിരിച്ചു. മനോജിന്റെ സിറ്റുവേഷൻ ഭയങ്കരമായിട്ട് ഞാനത് ഒരു യങ്സ്റ്റർ ആയിട്ടുള്ള വളരെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള വളരെ ബോൾഡായിട്ട് സംസാരിക്കാൻ പറ്റുന്ന ഒരു ചെറുപ്പക്കാരൻ എങ്ങനെയാണ് ഒരു സിസ്റ്റം ആ ചെറുപ്പക്കാരനെ മറ്റേ അവന് ഇഷ്ടമില്ലാത്തൊരു തൊഴിൽ. അപ്പൊ അവൻ പറയണ്ട അപ്പ വിചാരിക്കും, അപ്പൊ ക്ലക്കറായിരുന്നു, അപ്പൊ ഒരു ജോലിക്ക് പോകണ്ട. അപ്പൊ ഇവനെന്താണ് ഈ സമരത്തോടുള്ള ഇമോഷൻ എന്നുള്ളതും അവൻ ആദ്യം പറയുന്നുണ്ട്. കാരണം അവരാണ് ഇത് എടുത്തു കൊടുക്കുന്നത്. ഈ അകത്ത് നടന്നിട്ടുള്ള ഈ ഒരു ഇതിന് ഇവരുടെ മറ്റേ എന്താ പറയുക ജനറൽ ബോഡി മീറ്റിംഗിന്റെ ഈ നോട്ട് ഇങ്ങനെയാണ്. നേരത്തെ നിങ്ങൾ ഈ സമരം ചെയ്ത കാര്യം ഇവർ ഓൾറെഡി ഒത്തിട്ടുള്ള കഥ ഇവർ പുറത്ത് പറയുന്നത് ഇവരാണ്. അങ്ങനെയാണ് നന്നായി ഇവനോട് കമ്മ്യൂണിക്കേഷൻ. അങ്ങനെ വരുന്നതിന് കാരണം തന്നെ ഇവന്റെ അച്ഛനമ്മയോട് ജോലിക്കാരാണ്. അപ്പൊ അവർക്ക് പൈസ കിട്ടുകയാണെന്ന് പറയുന്നത്. അച്ഛനോട് നമ്മളോട് പറഞ്ഞാൽ സ്പ്രെഡ് ആവും. ഇതാണ് ശരിക്കും സംഭവിക്കുന്നത്. അപ്പൊ അതൊക്കെ ഇവൻ കമ്പനിക്ക് എതിരെ അവിടെ നിന്ന് വേണ്ടിയെടുക്കുന്നൊന്നുമല്ല, അതല്ല അവിടെ സംഭവിക്കുന്നത്. പക്ഷെ ആ സമരത്തോട് അവനുള്ള പേഴ്സണൽ ഇമോഷൻ അവന്റെ അച്ഛനമ്മ ഉൾപ്പെടുന്ന തൊഴിലാളി സമൂഹമാണ് മനസ്സിൽപ്പെടുന്നത്. ഇനി അവന്റെ അച്ഛനെ പറ്റിയിട്ട് അവൻ പറയുന്നത് നോക്കും. അച്ഛൻ ചെയ്തിരുന്ന അപ്പൊ അവർ പുറത്ത് നിൽക്കുമ്പോൾ ഒരു ഓഫീസ് ജോലി, എന്തോ വലിയൊരു ഓഫീസ് ജോലിയിൽ ഇരിക്കുന്ന മകൻ കുറച്ചും കൂടി നമ്മൾ ഇത്രയും നേരം ഈ പ്ലഗ് ചെയ്തിട്ടൊക്കെ അങ്ങനെ ജീവിച്ചു. എന്നാൽ മകൻ അവിടെയെങ്കിലും ഒരു ഓഫീസിൽ ഇരിക്കട്ടെ എന്നാണ് വിചാരിക്കുന്നതെന്നാണ് അവൻ പറയുന്നത്. പക്ഷെ അവിടെ പോകുമ്പോൾ അസിസ്റ്റന്റ് മാനേജർ 4 തവണ വരും. ഇതിലൊക്കെ ഇനി പറയുന്ന കാസ്റ്റിന്റെ ഒക്കെ പെർസ്പെക്റ്റീവ് ആണ് വർക്ക് ആവുന്നുണ്ടാവും. എല്ലാ സംഘടനകളും ഓഫീസിനകത്തും ഇതൊക്കെ വർക്കാവും. നമ്മൾ റിയലൈസ് ചെയ്യുന്ന കാര്യങ്ങളാണല്ലോ. ഇതെല്ലാം കൂടി ചേർന്നിട്ടാണ് അതിനകത്ത്. അത് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആണ്. സോ ഞാൻ ആക്ച്വലി സത്യത്തിൽ മനോജിനെ മീറ്റ് ചെയ്യുന്നത് സന്തോഷമായിരിക്കും. സന്തോഷമാണെങ്കിൽ ദിലിൽ മറ്റു സുഹൃത്തുക്കൾ അങ്ങനെ പലരുടെയാണ് ഞാൻ സന്തോഷം. പക്ഷെ മനോജിൽ എത്തിക്കഴിയുമ്പോൾ എനിക്ക് ക്ലാരിറ്റി വരുന്നത് ഏത് ലാംഗ്വേജിൽ ഏതിൽ പഠിക്കണം എന്നുള്ള ഞാൻ മനോജിലെത്തുമ്പോൾ എനിക്ക് ക്ലാരിറ്റി വരും. മനോജിനായിട്ട് എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നല്ലോ. കാരണം അവൻ യങ്ങാണ്, യങ്സ്റ്ററാണ്. അവൻ്റെ പൊളിറ്റിക്സിനെ കുറച്ച് കൂടി ക്ലാരിറ്റി എനിക്ക് ഫീൽ ചെയ്തു. മാത്രമല്ല UPSC പഠിച്ചുകൊണ്ടിരുന്ന ഇത്രയും എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരാളിപ്പോൾ പാക്കേജിങ് ജോലികളൊക്കെയാണ് അവന് ചെയ്യേണ്ട അവസ്ഥ വരുന്നത്. അപ്പോൾ അത് കുറച്ചെല്ലാം കാറ്ററിങ് ചെയ്തിരുന്നു. ഇപ്പം എന്താ ചെയ്യുന്നത് എനിക്കറിയില്ല, പിന്നെ അത്ര വടക്കില്ല. സ്റ്റിൽ നമ്മൾ എങ്ങനെയാണ് ഒരു സിസ്റ്റം ഒരാളെ തകർക്കുന്നത്? കേസുകളായി അവർ വിദേശത്തോടെ പോകാൻ അവസരം കിട്ടിയാലും പോകാൻ പറ്റില്ല. പിന്നെ അവനങ്ങനെ നോൺ ആക്ടിവിസ്റ്റും അല്ല. അപ്പോൾ പിന്നെ ഇങ്ങനെ എന്താ ചെയ്യാൻ പറ്റും? ഇതൊക്കെ കൂടിയിട്ടാണ്. അപ്പോൾ അതിൽ മറ്റേ വിക്ടിമൈസ് ചെയ്യപ്പെടുന്നതിൽ അക്ക മാത്രമല്ല മനോജ് ശരിക്കും മേ ബി ഈ നമ്മൾ ഈ സമരത്തെ പറ്റിയിട്ടുള്ള മറ്റേ വാർത്തകളൊക്കെ വായിച്ചാൽ നമ്മൾ കാണാത്തൊരു അതായത് മനോജിനെ പറ്റിയിട്ടുള്ള റെഫറൻസ് സത്യത്തിൽ നോർമൽ ആയിട്ടുള്ള വായനയിൽ ചിലപ്പോൾ കിട്ടില്ല. പക്ഷേ കണ്ടത് ഡോക്യുമെൻ്ററി